Realme 7 Proയുടെ പ്രോസ് ആൻഡ് കോൺസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ Realme 7 Proയുടെ അൺബോക്സിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ചാനലിൽ കയറി നോക്കുക. അല്ലെങ്കിൽ ദേ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നേരിട്ട് വീഡിയോയിലേക്ക് പോകാം അല്ലേ. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഷിബിൻ. ലെറ്റ്സ് ബിഗിൻ. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, പ്രോസ് പറയാം, അത് കഴിഞ്ഞിട്ടാക്കാം കോൺസ് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഒരു പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ എന്താണ്, കോമ്പാക്റ്റ് സ്മാർട്ട് ഫോണാണ്. അതായത് നമ്മുടെ ഇൻ ഹാൻഡ് ഫീൽ എന്ന് പറഞ്ഞത് കിടലാണ്, നമുക്ക് എങ്ങനെയും യൂസ് ചെയ്യാം. കയ്യിൽ വെച്ചിട്ട് വളരെയധികം വീതി കുറവാണ്, നമ്മുടെ കയ്യിൽ നല്ല രീതിയിൽ ഒതുങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേ സൈസും അത്രയേ വരുന്നുള്ളൂ, 6.4 ഇഞ്ച്. ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക സ്മാർട്ട് ഫോണുകളും 6.5 ഇഞ്ചിന് മുകളിലാണ്, 6.67 സംതിങ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പം കയ്യിൽ ഒതുങ്ങുന്ന സ്മാർട്ട് ഫോൺ, അതുപോലെ തന്നെ ഫോണിൻ്റെ വെയിറ്റ് മാനേജ്മെൻറ്റും സൂപ്പർബാണ്. 182 ഗ്രാമാണ് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് വളരെ സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനേ പറ്റും. ഇൻ ഹാൻഡ് ഫീല് ഒന്നും പറയാനില്ല, കിടിലൻ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേ ആണ്. അമോലഡ് ഡിസ്പ്ലേ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ കളേഴ്സൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ട് നല്ല വൃത്തിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഇപ്പോൾ LCD ഡിസ്പ്ലേയിൽ നമുക്ക് ബ്ലാക്കൊന്നും കറക്റ്റ് ഒരു ബ്ലാക്കിലല്ല നമുക്ക് കാണാറില്ലേ. അപ്പോൾ അമോലഡ് ഡിസ്പ്ലേൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കളേഴ്സ് നമുക്ക് എന്താണ് നല്ല വൈബ്രൻ്റ് ആയിട്ട് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, എക്സ്പോസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അടുത്തത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോയാണ് പറയാൻ പോകുന്നത്, അതായത് ഫാസ്റ്റ് ചാർജിങ് സംവിധാനം. അപ്പോൾ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് നമുക്ക് Realme 7 Proയിൽ കിട്ടുന്നത്. നോർമലായിട്ടുള്ള 4500 mAhൻ്റെ ബാറ്ററി കപ്പാസിറ്റിയെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ 65 വാട്ട് ഇൻക്രെഡിബിൾ. അതായത് 20K സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഒരു സ്മാർട്ട് ഫോൺ എന്ത് ചെയ്യുന്നത് ഈ 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനം കൊണ്ടുവരുന്നത്. അതിനുശേഷം റിയൽമി നർസോ 20 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോണിൽ 15K സെഗ്മെൻറ്റിലും കൂടെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 20K സെഗ്മെൻറ്റിൽ ഇത് ആദ്യമായിട്ട് വന്നാണ്, നിങ്ങൾ ആലോചിക്കണം. ഓസം. അതായത് 0 to 100% ചാർജ് ആവാൻ ഏകദേശം 34 മിനിറ്റ് സമയം മതിയില്ലേ. അപ്പോൾ അതൊരു വലിയ പ്രോ തന്നെയാണ്. Realme 7 Pro എടുക്കുന്നവർക്കുള്ള വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കേട്ടത്. അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ്. അപ്പോൾ അതും നല്ലൊരു കാര്യമാണ്. നമ്മൾ സൈഡ് മൗണ്ടഡ് അല്ലെങ്കിൽ റിയർ ഫിംഗർ പ്രിൻറ്റിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻ്റ് ആണ്. അമോലഡ് ഡിസ്പ്ലേ കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കണം അല്ലേ. അപ്പം അതും നല്ലൊരു കാര്യം. ഇനി അടുത്തൊരു കാര്യം വരുന്നത് ഡെഡിക്കേറ്റഡ് SD കാർഡാണ്. നമുക്കെന്താണ് ഈ ഫോണിൽ 2 സിം കാർഡും 1 മെമ്മറി കാർഡും ഒരേ സമയം യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലോവസ്റ്റ് വേരിയൻ്റ് എടുക്കുന്നവർക്ക് എന്ത് ചെയ്യാം, മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മെമ്മറി കാർഡ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, മെമ്മറി വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പം അതും കിടലിനായിട്ടുണ്ട്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Realme UI. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടോ, Realme UI ഒരു പ്രോയാണോ? ഇപ്പോൾ Realme UI ഒരു പ്രോ തന്നെയാണ്. മുൻപ് എന്തായിരുന്നു, ഒരുപാട് ആഡ്സിൻ്റെ റെക്കമെൻഡേഷൻസും അല്ലെങ്കിൽ ബ്ലോട്ട്വെയർസും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു Realme UIയും. പക്ഷേ ഇപ്പോൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇമ്പ്രൂവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീല് തന്നെ തരുന്നൊരു UI ആയിട്ട് മാറിയിട്ടുണ്ട് Realme UI. അപ്പം ഒരുപാട് ബ്ലോട്ട്വെയർസിൻ്റെ എണ്ണമൊക്കെ കുറച്ചു, ആഡ്സിൻ്റെ റെക്കമെൻഡേഷൻസ് കുറച്ചു. ഇനി ബ്ലോട്ട്വെയർസ് തീരെ ഇല്ല എന്നല്ല, ഉണ്ട്. റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം അതും നൈസായിട്ടുള്ളൊരു പ്രോയാണ് കേട്ടോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സറാണ്. അപ്പോൾ Realme 6 Proയിൽ നമുക്ക് കിട്ടിയ സെയിം പ്രോസസ്സർ തന്നെയാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് Realme 7 Proയിലും നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ വലിയ ഇമ്പ്രൂവ്മെൻറ്റ് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ലൊരു പ്രോസസ്സറാണ് നമുക്ക് കിട്ടുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 720G. അപ്പോൾ നല്ല രീതിയിൽ ഫാസ്റ്റ് പെർഫോമൻസ് തരുന്ന അല്ലെങ്കിൽ മൾട്ടി ടാസ്കിങ് ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ ഗെയിമിംഗ് പെർഫോമൻസ് തരുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് SD720G. ഇനി അടുത്തൊരു കാര്യം, ഫോണിൽ ഡ്യുവൽ സ്പീക്കേഴ്സാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് സൗണ്ടൊക്കെ നല്ല ക്ലാരിറ്റിയിൽ കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഓവർ ലൗഡായിട്ട് കേൾക്കുന്നുണ്ട് എന്ന് പറയുന്നില്ല, പക്ഷേ എങ്കിലും നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഗുഡ്. ഇനി ടോട്ടൽ പ്രോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ കിടലിനാണ്. നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുമ്പം അടിപൊളിയായിട്ടുണ്ട്. അതായത് അമോലഡ് ഡിസ്പ്ലേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വീഡിയോസിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ നല്ല കിടലിനാണ്. അതേപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനം എല്ലാം കൂടെ നോക്കുമ്പം പ്രോസ് ഒരുപാടാണ്. അതേപോലെ തന്നെ കോൺസും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോൺസിലേക്ക് കിടക്കാം. അപ്പോൾ കോൺസിൽ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ക്യാമറയെക്കുറിച്ചാണ്. അപ്പോൾ ക്യാമറ ഒരു ദുരന്തമാണെന്നല്ല, ഒരു ആവറേജ് ലെവലുള്ള ക്യാമറ പെർഫോമൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ കിട്ടുന്നുള്ളൂ.
അതായത് നമ്മൾ അൾട്രാ വൈഡ് ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് ഒബ്ജക്റ്റ് ശരിക്കും എന്താണ് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അൾട്രാ വൈഡ് ചെറിയ രീതിയിൽ എന്താണ് ഒരു ദുരന്തമാണ്. മാക്രോ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നല്ല രീതിയിൽ ക്ലാരിറ്റി ഉള്ള ഇമേജസ് അല്ല നമുക്ക് മാക്രോ തരുന്നത്. ഇനി പ്രൈമറി സെൻസറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കളേഴ്സ് കാര്യങ്ങളൊന്നും നമുക്ക് അത്രത്തോളം ഒരു പഞ്ചിയായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എക്സ്പോസ് ചെയ്തിട്ടല്ല നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചെറിയ ഒരു വൈറ്റ് ഷെയ്ഡാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത്. ഫ്രണ്ടിലെ സെൽഫി ക്യാമറ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ബാക്കിലെ ക്യാമറ എടുത്തു കഴിഞ്ഞാലും നല്ല രീതിയിലൊരു വൈറ്റ് വാഷ് വരുന്നുണ്ട്. അതായത് മൊത്തത്തിൽ എന്താണ് വൈറ്റ് വാഷ് അടിച്ച പോലെ പുട്ടി അടിച്ച പോലെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് തോന്നുന്നത്. എങ്കിലും ഇതൊരു ഡിസാസ്റ്റർ ആണെന്നല്ല ഞാൻ പറയുന്നത്. ഒരു ആവറേജ് ആണ്. നമ്മൾ നല്ല രീതിയിൽ അതായത് കുറച്ച് സമയം എടുത്തൊക്കെ നമ്മൾ നല്ല രീതിയിൽ നോക്കി ഫോട്ടോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇമേജസ് കിട്ടും. അതല്ല നിങ്ങൾക്ക് ഗൂഗിൾ ക്യാം ഇൻസ്റ്റാൾ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ക്യാമിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതിലെടുക്കാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതെനിക്കൊരു കോണായിട്ടാണ് തോന്നിയത്. രണ്ടാമത്തെ ഒരു കാര്യം 20K സെഗ്മെൻറ്റിൽ ഇപ്പോൾ എല്ലാ സ്മാർട്ട് ഫോണുകളും എന്ത് ചെയ്യുന്നുണ്ട് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് അല്ലെങ്കിൽ 90 ഹെർട്സിൻ്റെ മിനിമം റിഫ്രഷ് റേറ്റ് തരുന്നുണ്ട് അല്ലേ. അപ്പം ഇവിടെ എന്താണ് നമുക്ക് 60 ഹെർട്സിൻ്റെ നോർമൽ റിഫ്രഷ് റേറ്റ് മാത്രമേ ലഭിക്കുന്നുള്ളൂ. അപ്പോൾ അതൊരു എന്താണ് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു കോണായിട്ടാണ് തോന്നുന്നത്. നമുക്ക് അമോലെഡ് ഡിസ്പ്ലേ തന്നതുകൊണ്ട് തന്നെ ഇനി റിഫ്രഷ് റേറ്റും കൂടെ തരുമ്പോൾ എന്താണ് നമുക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് കൂടും എന്നുള്ളത് സത്യമാണ്. അവർക്ക് എക്സ്പെൻസ് ആവും. പക്ഷേ എങ്കിലും 60 ഹെർട്സ് എന്ന് പറയുന്നത് 20,000 രൂപയാണ് കറക്റ്റ് ഫോണിൻ്റെ റേറ്റ് വരുന്നത് അല്ലേ. അപ്പോൾ 60 ഹെർട്സ് നിങ്ങളൊരു 90 ഹെർട്സ് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്ത ഒരാൾ 60 ഹെർട്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അത് അത്രത്തോളം ഒരു എന്താണ് അത്രത്തോളം അങ്ങോട്ട് ദഹിക്കില്ല. കാരണം ഒരു 60 ഹെർട്സിൽ നിന്ന് 60 ഹെർട്സിലേക്കാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 60 ഹെർട്സ് IPS യൂസ് ചെയ്തിട്ട് 60 ഹെർട്സിൻ്റെ അമോലെഡ് ഡിസ്പ്ലേയിലേക്കാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ നോ ഇഷ്യൂ. 90 ഹെർട്സ് അല്ലെങ്കിൽ 120 ഹെർട്സ് യൂസ് ചെയ്ത ഒരാൾ 60 ഹെർട്സിലേക്ക് വരുമ്പം അത് അത്രത്തോളം അയാൾക്ക് ദഹിക്കണം എന്നില്ല. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഫോണിൻ്റെ പ്രൊട്ടക്ഷനാണ്. 20,000 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു ഫോണിന് ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനെങ്കിലും മിനിമം അവർ തരണ്ടേ. പക്ഷേ ഇവിടെ ഇല്ല. ഗൊറില്ല ഗ്ലാസിൻ്റെ 3+ പ്രൊട്ടക്ഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ ഈ സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുള്ളൂ. അതപ്പോൾ അതൊരു വലിയ കോണാണ്. ഫോണൊന്ന് വീണ് കഴിഞ്ഞാലേ നമുക്കത് ചിലപ്പം മനസ്സിലാകത്തുള്ളൂ. ഗൊറില്ല ഗ്ലാസ് 3+ ഉള്ളൂ കേട്ടോ. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല. സോ ദാറ്റ്സ് നോട്ട് ഗുഡ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണിൻ്റെ ബാക്ക് പാനൽ പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വരുന്ന എല്ലാ സ്മാർട്ട് ഫോണുകൾക്ക് എന്താണ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസാണ്. സാംസങ്ങിൻ്റെ 80,000 രൂപയുടെ സ്മാർട്ട് ഫോണിന് പോലും പ്ലാസ്റ്റിക് മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു കോണായിട്ട് പറയാനുള്ളത് നമ്മൾ ആ ഫോണിൻ്റെ ബാക്ക് ഭാഗം ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഒന്ന് നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഉള്ളിലേക്ക് ചെറുതായിട്ട് എന്താണ് ഒന്ന് വലിയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം അതൊരു ചെറിയ കോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയിട്ടും അതിനെ എന്താണ് ചെറിയൊരു ഉൾവലിവ് ഫീൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. ഇത് തന്നെ ഈ ഒരു ഇഷ്യൂ തന്നെ നമുക്ക് വേറെ രീതിയിലും കൂടെ പറയാം. നമ്മൾ ഹൈ വോളിയത്തിൽ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ എക്സ്പീരിയൻസ് ചെയ്യാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫിംഗർ അല്ലെങ്കിൽ നമ്മളെ കൈ നമ്മൾ ബാക്കിൽ വെച്ചിട്ട് എങ്ങനെ വെച്ചിട്ടാണ് നമ്മളെ ഫോൺ കാണുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഇഷ്യൂ ആവാൻ സാധ്യത. കാരണം ഫോണിന് വൈബ്രേഷൻ അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഹൈ വോളിയത്തിലൊക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഫോണിന് നല്ല രീതിയിൽ എന്ത് വരുന്നുണ്ട് വൈബ്രേഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് എന്താ പറയാനുള്ളത് കോൺസ് ആയിട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ കോൺസിനേക്കാളും കൂടുതലായിട്ട് എന്താണ് പ്രോസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു എന്തല്ല ഞാൻ ടോട്ടൽ ഒരു വേർഡിക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ക്യാമറ സ്മാർട്ട് ഫോൺ അല്ല. നിങ്ങൾ മികച്ച പെർഫോമൻസും നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോണും ആണ് ഉദ്ദേശിക്കുന്നത്. നല്ല ഫാസ്റ്റ് ചാർജിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും ഈ Realme 7 Pro എടുക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾ പ്രൊട്ടക്ഷൻ കുറച്ചുകൂടി കൺസിഡർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 3+ കിട്ടുന്നുള്ളൂ. ക്യാമറയാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഒരു ഫോണിന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ ഫോൺ വാങ്ങിക്കാതിരിക്കുന്നതാവും ബെറ്റർ ആവുക. കാരണം കുറേ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടും 2-3 അപ്ഡേറ്റ്സ് കിട്ടിയിട്ടും ഈ ക്യാമറ ശരിയായില്ല എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. സോ ഒരു ക്യാമറ സ്മാർട്ട് ഫോൺ അല്ല. അതർവൈസ് ഇറ്റ് ഗുഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ കയറി നോക്കുക. ചാനൽ കയറി നോക്കിയിട്ട് വീഡിയോസ് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്തോ. അടുത്ത ദിവസം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ഇറ്റ്സ് മീ ഷിബിൻ സൈനിങ് ഓഫ്.